ഇനി നമുക്ക് പഠിക്കാനുള്ളത് റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ മാർക്ക് ചെയ്തിട്ട് ഏരിയ വോളിയം ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ അതിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഗ്രാഫ്സിനെ പറ്റി ഒന്ന് പരിചയപ്പെടാം. നമുക്കറിയാം എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് വൈ ആക്സിസിൻ്റെ ഇക്വേഷനാണ്. ദെൻ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എക്സ് ആക്സിസിൻ്റെ ഇക്വേഷനാണ് അല്ലേ. ദെൻ എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് ദാറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് C0 ആൻഡ് വിച്ച് ഈസ് പാരലൽ ടു വൈ ആക്സിസ്. വൈ ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുന്ന ഒരു ലൈനാണ് എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്നത്. ദെൻ വൈ ഈക്വൽ ടു സി എന്ന് പറയുന്നത് ദാറ്റ്സ് ഓൾസോ എ സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ് പാസിംഗ് ത്രൂ ദ പോയിന്റ് 0C എന്നുള്ള പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈനാണ് വൈ ഈക്വൽ ടു സി എന്ന് പറയുന്നത്. Then next x plus y equal to c എന്ന് പറയുന്നത് that's a straight line that passing through the points C0 and 0C. C0യിലും 0Cയിലും കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സി. എക്സാമ്പിൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ലൈൻസ് ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 0Cയിലും അതുപോലെ തന്നെ C0 എന്നുള്ള പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു. നെക്സ്റ്റ് എക്സ് ഈക്വൽ ടു വൈ, അതുപോലെ തന്നെ വൈ ഈക്വൽ ടു എക്സ്, അത് രണ്ടും സ്ട്രെയിറ്റ് ലൈൻസ് ആണ് ദാറ്റ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ ആൻഡ് വിച്ച് മേക്കിംഗ് 45 ഡിഗ്രി ആംഗിൾ വിത്ത് എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നതും വൈ ഈക്വൽ ടു രണ്ട് ലൈനും ഒരുപോലെ തന്നെയാണല്ലോ. വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നതും എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് സെയിം ലൈൻ തന്നെയാണ്. ദാറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ് പാസിംഗ് ത്രൂ ദ ഒറിജിനോടെ പാസ് ചെയ്യുന്നു ആൻഡ് മേക്കിംഗ് 45 ഡിഗ്രി ആംഗിൾ. എക്സ് ആക്സിസ് ആയിട്ട് 45 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്ന ലൈനാണ് എക്സ് ഈക്വൽ ടു വൈ അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത്. ദെൻ എക്സ് ഈക്വൽ ടു മൈനസ് വൈ ദെൻ വൈ ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് പറയുന്ന ലൈൻസ് എന്ന് പറയുന്നത് ദാറ്റ്സ് ഓൾസോ എ സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ ബട്ട് ഇറ്റ് മേക്സ് ആംഗിൾ 45 ഡിഗ്രി വിത്ത് നെഗറ്റീവ് എക്സ് ആക്സിസ്. നെഗറ്റീവ് എക്സ് ആക്സിസുമായിട്ട് 45 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്ന ലൈൻസ് ആണ് എക്സ് ഈക്വൽ ടു മൈനസ് വൈ അല്ലെങ്കിൽ വൈ ഈക്വൽ ടു മൈനസ് എക്സ്. രണ്ട് ഇക്വേഷൻ സെയിം തന്നെയാണ്. മൈനസ് സൈൻ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മാറ്റിയിട്ട് അങ്ങനെ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ നമുക്കറിയാം അത് ഒരു സർക്കിളാണ് വിത്ത് സെൻറ്റർ 0, സെൻറ്റർ 0യും റേഡിയസ് എയും ആയിട്ടുള്ളൊരു സർക്കിളാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഓക്കെ, അപ്പോൾ 4 സൈഡിലേക്കും ലെങ്ത് എങ്ങനെയായിരിക്കും? ഒരുപോലെ ആയിരിക്കും, എ തന്നെയായിരിക്കും ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ദാറ്റ്സ് ഓൾസോ എ സർക്കിൾ വിത്ത് സെൻറ്റർ എ ബിയിലായിരിക്കും സെൻറ്റർ ആൻഡ് റേഡിയസ് ആർ റേഡിയസും എ ബി എന്നുള്ള പോയിന്റ് സെൻറ്റർ ആയിട്ടുള്ള ഒരു സർക്കിളിൻ്റെ ഇക്വേഷനാണ് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. നെക്സ്റ്റ് അടുത്ത എലിപ്സിൻ്റെ ഇക്വേഷനാണ് പറയുന്നത്. അത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ദാറ്റ്സ് ആൻ എലിപ്സ്. എലിപ്സിൻ്റെ എങ്ങനെയാണ് മോഡൽ എങ്ങനെയാണെന്ന് അറിയാലോ, ഗ്രാഫ് എങ്ങനെയാണെന്ന് അറിയാലോ. ഈ മോഡലായിരിക്കും എൻ്റെ ഗ്രാഫ്, എലിപ്സിൻ്റെ ഗ്രാഫ്. ദെൻ അത് മൈനസ് സിമ്പിൾ ആണല്ലോ ഇവിടെ. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ദാറ്റ്സ് എ ഹൈപ്പർബോള. ഹൈപ്പർബോള എങ്ങനെയാണ്? ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ മാർക്ക് ചെയ്താൽ അത് ഹൈപ്പർബോളയാണ്. ഓക്കെ, നൗ വൈ സ്ക്വയർ ഈക്വൽ ടു 4ax. വൈ സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ പരാബോള. എങ്ങനെയുള്ള പരാബോള? 4 ടൈപ്പ് പരാബോള ഉണ്ട്. അപ്പം വൈ സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറഞ്ഞ പരാബോള ഈ ഷേപ്പിലായിരിക്കും ഇരിക്കുക. അതായത് എക്സ് ആക്സിസിൻ്റെ നേരെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്ന രീതിയിലുള്ള പരാബോളയായിരിക്കും വൈ സ്ക്വയർ ഈക്വൽ ടു 4ax. ഇനി വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ax എന്ന് പറയുന്നതും ഒരു പരാബോള തന്നെയാണ്, പക്ഷേ അത് ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും. അതായത് വൈ ആക്സിസിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ് ആക്സിസിൻ്റെ വൈ ആക്സിസിലല്ല നെഗറ്റീവ് എക്സ് ആക്സിസിലേക്ക് ഓപ്പൺ ആയിട്ടുള്ള പരാബോളയാണ് വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ax. ദെൻ നെക്സ്റ്റ് പറയുന്നത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. അതും ഒരു പരാബോളയാണ്. അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? അപ്വേർഡായിട്ട്, അതായത് വൈ ആക്സിസിന് സൈഡിലേക്ക് ഓപ്പൺ ആയിട്ടുള്ള പരാബോളയാണ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. അത് പോസിറ്റീവ് വൈ ആക്സിസിൻ്റെ അടുത്തേക്ക് ഓപ്പൺ ആയിട്ടിരിക്കുന്ന പരാബോളയാണ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. അതുപോലെ എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay എന്ന് പറയുന്നത് ദാറ്റ്സ് ഓൾസോ എ പരാബോള. അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ഡൗൺവേർഡ്സ് ആയിട്ടിരിക്കുന്നത്, അതായത് നെഗറ്റീവ് വൈ ആക്സിസിലേക്ക് ഓപ്പൺ ആയിട്ടിരിക്കുന്ന രീതിയിലുള്ള പരാബോളയാണ് എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay. ഇവിടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to x f of xy dy dx. അപ്പോൾ ഇതിൻ്റെ റീജിയൺ ഓഫ് ഇൻ്റഗ്രേഷൻ എനിക്ക് മാർക്ക് ചെയ്യണം. അതാണ് എയിം. അപ്പോൾ ഇൻ്റഗ്രൽ വാല്യൂ തന്നിട്ടുണ്ട്. ഔട്ട് സൈഡിലുള്ള ഇൻ്റഗ്രൽ കോൺസ്റ്റൻറ്റ് ലിമിറ്റാണ്.
ഇൻസൈഡിലത് 0 to x f of x y dy dx എന്നാണ്. അപ്പോൾ ഈ 0 to x എന്ന് പറയുന്ന ലിമിറ്റ് എക്സിൻ്റെ ലിമിറ്റ് ആയിരിക്കുമോ വൈൻ്റെ ലിമിറ്റ് ആയിരിക്കുമോ? ഇൻ ടേംസ് ഓഫ് എക്സ് ആണത്. അപ്പം എക്സിൻ്റെ ടേംസിൽ തന്നെ ലിമിറ്റ് കൊടുക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ വൈൻ്റെ ലിമിറ്റാണ് 0 to x എന്ന് പറഞ്ഞ് തന്നേക്കുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൈയുടെ ലിമിറ്റാണ് 0 to x എന്ന് പറയുന്നത്, എക്സിൻ്റെ ലിമിറ്റാണ് 0 to 1 എന്ന് പറയുന്നത്. സോ x ഈക്വൽ ടു 0 to 1 ആൻഡ് y ഈക്വൽ ടു 0 to x f of x y dy dx. ഇവിടെ ഇൻ്റഗ്രൽ ജനറലായിട്ടൊരു f of x y ആണ് കൊടുത്തേക്കണേ. അതിൻ്റെ ഒരു റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ എങ്ങനെയാണെന്ന് മാർക്ക് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ ഇതിനകത്ത്. അപ്പോൾ നമ്മൾ x ആക്സിസ് y ആക്സിസ് വരച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? y ഈക്വൽ ടു 0 to y ഈക്വൽ ടു x ആണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ലൈൻ എന്താണ്? y ഈക്വൽ ടു x എന്ന് പറയുന്ന ലൈനാണ്. ആ ലൈൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. 0 y ഈക്വൽ ടു x എന്ന് പറയുന്നത് 0 പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് കുറച്ച് മുമ്പേ പറഞ്ഞു. അപ്പോൾ ആ ലൈൻ വരച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തെ ലൈൻ എന്താണ്? ഇവിടെ x ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ്. x ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ് പാരലൽ ടു y ആക്സിസ് ആൻഡ് പാസിംഗ് ത്രൂ ദ പോയിന്റ് 10 എന്നുള്ള പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നതും എന്നാൽ y ആക്സിസിന് പാരലും കൂടെ ആയിട്ടുള്ള ലൈനാണ്, സ്ട്രെയിറ്റ് ലൈനാണ് x ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഗ്രാഫ്സിൻ്റെയും കൂടെ കോമൺ റീജിയൻ ആണ് നമുക്ക് ഇവിടുത്തെ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ ആയിട്ട് വരുന്നത്. അതായത് y ഈക്വൽ ടു x എന്ന് പറയുന്ന ലൈനും അതുപോലെ തന്നെ x ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈ രണ്ട് ലൈനിനും കൂടെ കോമൺ ആയിട്ട് വരുന്ന പോർഷൻ ഏതാണ്? ആ പോർഷൻ എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് പോർഷനാണ്. ഇതാണ് ഇവിടുത്തെ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കുന്നത്. നമ്മുടെ തന്നിരിക്കുന്ന രണ്ട് ഇൻ്റഗ്രലിൽ നിന്ന് രണ്ട് ലൈൻസോ അല്ലെങ്കിൽ പരാബോളയോ ഏത് ഷേപ്പാണോ അത് ഏത് ഗ്രാഫാണോ വരയ്ക്കുക, ആ ഗ്രാഫ്സ് നമ്മൾ വരച്ചിട്ട് അതിൻ്റെ കോമൺ പോർഷൻ ഏതാണോ ആ കോമൺ പോർഷനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന റീജിയൻ എന്ന് പറഞ്ഞൊരു ട്രയാങ്കുലർ റീജിയൻ ആണ്. ഇൻ ദ എക്സ് വൈ പ്ലെയിൻ വിത്ത് വെർട്ടിസസ് 0 0 3 0 0 4 അതാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്, പോയിൻറ്റ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തു. 0 0 3 0 ആൻഡ് 0 4 മാർക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ട്രയാങ്കുലർ റീജിയനിൽ രണ്ട് ഇൻ്റഗ്രൽ വാല്യൂസ് ആണ് തന്നേക്കുന്നത്. അതിൽ മിസ്സിംഗ് പോർഷൻ അതിനകത്ത് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. റീജിയനെ ടൈപ്പ് 1 ആയിട്ട് കൺസിഡർ ചെയ്യുക, റീജിയനെ ടൈപ്പ് 2 ആയിട്ട് കൺസിഡർ ചെയ്യുക. രണ്ട് രീതിയിലും ഈ ഇൻ്റഗ്രൽ വാല്യൂവിൽ എന്താണ് വരേണ്ടത്, അവിടുത്തെ ലിമിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് 1 റീജിയൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വെർട്ടിക്കൽ സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മളിത് ഈ സ്ട്രിപ്പ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് മനസ്സിലാവും. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എക്സ് വാല്യൂസ് 0 നിന്ന് 3 ചേഞ്ച് ചെയ്യുന്നുണ്ട്. വൈ എന്ന് പറയുന്ന ലോവർ പോർഷനിൽ 0 തന്നെയാണ്, പക്ഷേ അപ്പർ പോർഷനിൽ അത് എൻഡ് ചെയ്ത് നിൽക്കുന്നത് ഈ സ്ട്രെയിറ്റ് ലൈനിലാണ്. അതായത് ഈ വന്നേക്കുന്ന സ്ട്രെയിറ്റ് ലൈനിലാണ് ഇവിടെ എൻഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വാല്യൂസ് എടുക്കണമെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടുത്തെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 3 0 ആണ്, ഇവിടെ 0 4 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് രണ്ട് എൻഡ് പോയിൻറ്റ്സ് അറിയാമെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏത് ഇക്വേഷൻ ആയിരുന്നു എന്ന് ഓർക്കണ്ടോ? y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഈക്വൽ ടു x minus x1 divided by x2 minus x1. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം രണ്ട് പോയിൻറ്റ് x1 y1 x2 y2 അങ്ങനെ രണ്ട് പോയിൻറ്റ്സ് നമുക്കറിയാമെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഞാൻ x1 y1 ആയിട്ട് എടുക്കുന്നത് 0 4ഉം അതുപോലെ തന്നെ x2 y2 ആയിട്ട് എടുക്കുന്നത് 3 0 ആണ്. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഞാൻ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y മൈനസ് 4 ഡിവൈഡഡ് ബൈ y2 മൈനസ് y1. അപ്പോൾ 0 മൈനസ് 4 ഈക്വൽ ടു x മൈനസ് 0 ബൈ x2 മൈനസ് x1 ദാറ്റ് ഈസ് 3 മൈനസ് 0. ഓക്കെ, അപ്പോൾ x1 x2 ഏത് ഓർഡറിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ വരുന്നത് y മൈനസ് 4 ഡിവൈഡഡ് ബൈ മൈനസ് 4 ഈക്വൽ ടു x ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. അതിന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 3 ഇൻറ്റു y മൈനസ് 4 ഈക്വൽ ടു മൈനസ് 4x എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് 3y then minus 12 plus 4x equal to 0. That is 4x plus 3y equal to 12 എന്ന് കിട്ടും അല്ലേ. അതിലെ കോമൺ ഫാക്ടർ നമുക്ക് വേണേൽ കട്ട് ചെയ്ത് കളയാം.
കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ല, കോമൺ ഫാക്ടർ ഇല്ല. ഇതിൽ നിന്ന് നമുക്ക് വൈയുടെ ലിമിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറഞ്ഞാൽ 4x + 3y = 12 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് വൈയുടെ വാല്യൂ മാത്രമാണ് വേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് വൈയെ മാത്രമായിട്ട് നമ്മൾ മാറ്റി എഴുതും. 4x + 3y = 12 എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് 3y എന്ത് കിട്ടും? 3y = 12 - 4x എന്ന് കിട്ടും. That is y = 12 - 4x all divided by 3 എന്ന് വരും. That is 4 - 4/3x. അപ്പോൾ ഇതിൽ നിന്നും വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി 4 - 4/3x എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ വാല്യൂ ഈ ലൈൻ്റെ ഇക്വേഷൻ്റെ ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 4x + 3y = 12 ആണ്. നമുക്ക് വേണ്ടത് y വേരിയബിളിൻ്റെ വാല്യൂ ആണ്, ലിമിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ ആ ഇക്വേഷനിൽ നിന്ന് വൈയെ സോൾവ് ചെയ്തെടുത്തതാണ്. y = 4 - 4/3x. ഓക്കെ, അപ്പോൾ അതാണ് ഈ ലൈൻ്റെ ഇക്വേഷൻ. സെയിം ഇക്വേഷൻ തന്നെ, പക്ഷേ y = 4 - 4/3x. നമുക്ക് ലിമിറ്റ് എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? എക്സിൻ്റെ വാല്യൂ 0ൽ നിന്ന് 3ലേക്ക് മാറുന്നു അല്ലേ? ഇവിടുത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സിൻ്റെ ലിമിറ്റ് എങ്ങനെയാണ്? x = 0ൽ നിന്ന്, അതായത് ഒറിജിനിൽ നിന്ന് to x = 3. ഓക്കെ, x = 0 to x = 3. ദെൻ y ലിമിറ്റ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? വൈയുടെ വാല്യൂ ഏതിൽ നിന്ന് ഏതിലേക്കാണ് പോകുന്നത്? വൈയുടെ വാല്യൂ 0ൽ നിന്നും, ഓക്കെ, ഇങ്ങനെയാണ് മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ 0ൽ നിന്ന് വൈയുടെ വാല്യൂ 0ൽ നിന്നും ഇവിടെ അപ്പർ പോർഷനിൽ ഈ സ്ട്രെയിറ്റ് ലൈനിലാണ് ലാസ്റ്റ് പോയിന്റ് വരുന്നത്. അപ്പം ഇവിടുത്തെ y വാല്യൂ എന്നുള്ളത് 4 - 4/3 ആണ്. അപ്പോൾ 0ൽ നിന്നും 4 - 4/3യിലേക്കാണത് ചേഞ്ച് ചെയ്യുന്നത്. y = 0 to y = 4 - 4/3x. ഇങ്ങനെയാണ് ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടൈപ്പ് 1 റീജിയൻ ആണെങ്കിൽ നമ്മൾ ടൈപ്പ് 1 റീജിയൻ ഉപയോഗിച്ചാണ് ചെയ്യണമെങ്കിൽ വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ എക്സ് വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂ തന്നെയാണ്. വൈയുടെ വാല്യൂ ആണ് y = 0 to y = 4 - 4/3x. നമ്മൾ ലൈനാണ്, ഏത് പരാബോളയാണെങ്കിൽ പരാബോള, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ, അത് ഉപയോഗിച്ചിട്ട് ആ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു, 0, 4, 3, 0 എന്ന് പറഞ്ഞ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. അതിൽ നിന്നും ആ ഇക്വേഷൻ കണ്ടുപിടിക്കും. അപ്പോൾ ആ പോയിന്റാണ് ഇവിടുത്തെ വൈയുടെ ലിമിറ്റായിട്ട് വരിക. വൈയുടെ y = 0 to y = 4 - 4/3x എന്ന് പറഞ്ഞത് ഈ സ്ട്രെയിറ്റ് ലൈനിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് എയുടെ ഇക്വേഷൻ ആൻസർ എന്തായിട്ട് വരും? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r f(x, y) dA = f(x, y) എന്നാണ്. അപ്പോൾ ഇവിടുത്തെ രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കണം. എങ്ങനെയായിരിക്കും? ഇൻ്റഗ്രൽ dA എന്ന് പറയുന്നത് dy dx എന്ന് എഴുതാം നമുക്ക്. ഫസ്റ്റിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? ഇൻ്റഗ്രൽ എക്സ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് 0 to 3 ആണ്. x = 0 to x = 3. ദെൻ y വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് y = 0 to y = 4 - 4/3x അല്ലേ? 4 - 4/3x f(x, y) dy dx വേണോ dx dy വേണോ? നമ്മളിവിടെ എഴുതിയേക്കുന്നത് y ലിമിറ്റാണ്. അപ്പോൾ ഇവിടെ ഏത് എഴുതണം? വൈയുടെ ലിമിറ്റാണ് എഴുതിയേക്കുന്നത്, അപ്പോൾ dy ആണ് എഴുതേണ്ടത്. ഓക്കെ, dy ദെൻ dx. എക്സിൻ്റെ ലിമിറ്റാണ് ഇവിടെ കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൻ്റെ ആൻസർ എന്താണ്? ഇവിടെ മിസ്സിംഗ് വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. മിസ്സിംഗ് പോർഷൻ ഏതാണ് ക്വസ്റ്റ്യനിലുണ്ടായിരുന്നത്? മിസ്സിംഗ് പോർഷൻ ഏതാണ്? x = 0 to 3ഉം y = 0 to 4 - 4/3x ആയിരിക്കും. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നും വെർട്ടിക്കൽ സ്ട്രിപ്പ് ഉപയോഗിച്ച് ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ f(x, y) എന്നുള്ള ഒരു വാല്യൂ, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും. എന്നിട്ട് ആ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ വാല്യൂസ് കൊടുത്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എ പാർട്ടിൻ്റെ ആൻസറായി. ദെൻ ബി പാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? ടൈപ്പ് 2 റീജിയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടൈപ്പ് 2 റീജിയൻ ആകുമ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതിവിടെ നോക്കാം. അപ്പോൾ ഇതിൽ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ ഗിവൺ ഗ്രാഫ് എങ്ങനെയായിരിക്കും? നമ്മൾ ആ റീജിയൻ മാർക്ക് ചെയ്തു, ഒരു ട്രയാങ്കിൾ പോർഷൻ മാർക്ക് ചെയ്തു. അതിൽ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഈ ഒരു പോർഷൻ ഇങ്ങനെ കൺസിഡർ ചെയ്യുക, ഇങ്ങനെ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിലെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഡൗൺവേർഡിൽ നിന്ന് അപ്വേർഡിലേക്കുള്ള രീതിയിലാണ്. അതായത് ഈ മുകളിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് ഈ രീതിയിലാണ് അതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. അപ്പം
0 നിന്ന് 0,4 ആ രീതിയിലാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ചേഞ്ച് വരുന്ന എക്സ് വാല്യൂ സെയിം തന്നെ. അപ്പോൾ വൈ വാല്യൂ 0 to 4 ആണ് ക്ലിയർലി ആണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വ്യത്യാസം വരുന്നത്, ലിമിറ്റിൽ വ്യത്യാസം വരുന്നത് എക്സിൻ്റെ വാല്യൂസിനാണ്. ഓക്കെ, എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യത്തെ കേസിൽ നമ്മൾ വൈക്ക് കണ്ടുപിടിച്ച പോലെ തന്നെ ഇവിടെ എക്സിനാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിൻ്റെ ലിമിറ്റാണ് ചേഞ്ച് വരുന്നത്. വൈയുടെ ലിമിറ്റ് ഓൾറെഡി 0 to 4 ആണ് ഇതിൽ നിന്ന് കിട്ടി. ദെൻ എക്സ് ലിമിറ്റ് നമ്മൾ സെയിം ഇക്വേഷൻ തന്നെയാണ്. ആ ഇക്വേഷനിൽ നിന്ന് എക്സിനെ സോൾവ് ചെയ്തെടുക്കും. നമ്മൾ ആദ്യം വൈനെ സോൾവ് ചെയ്തെടുത്ത പോലെ തന്നെ ഇതിൽ നിന്ന് എക്സിനെ സോൾവ് ചെയ്തെടുക്കും. ആ പോയിൻ്റ് ആയിരിക്കും എക്സിൻ്റെ രണ്ടാമത്തെ ലിമിറ്റ് എന്ന് പറഞ്ഞ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലിമിറ്റ്സ് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചല്ലോ, y - y1 by y2 - y1. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ജനറൽ ഇക്വേഷൻ, ഈ സ്ട്രേറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചായിരുന്നു. ഏതാണത്? 4x + 3y = 12 അല്ലേ? ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. അതിൽ നിന്ന് ഞാൻ ഏതിനെ സോൾവ് ചെയ്തെടുക്കണമെന്നാണ് പറഞ്ഞത്. ഇവിടെ എനിക്ക് വേണ്ടത് എക്സ് ലിമിറ്റാണ് വേണ്ടത്. സോ ഞാൻ 4x = എന്ന് എഴുതി. 4x = 12 - 3y. ദെൻ x = 12 - 3y all divided by 4. That is 12/4. That is 3. 3 - 3/4y. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എക്സിൻ്റെ ലിമിറ്റ് കിട്ടി. 3 - 3/4y എന്നതാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എങ്ങനെ ചേഞ്ച് ചെയ്യണത്? എക്സിൻ്റെ വാല്യൂ 0 to ഇവിടെ എൻഡ് ചെയ്ത് നിൽക്കുന്നത് ഈ സ്ട്രെയിറ്റ് ലൈനിലാണ് അതിൻ്റെ എൻഡ് പോർഷൻ വന്നേക്കുന്നത്. സോ അതുകൊണ്ട് x = 0 to x = 3 - 3/4y എന്ന് വരും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് എഴുതാമല്ലോ നമുക്ക്. എക്സിൻ്റെ വൈൻ്റെ ലിമിറ്റ് എഴുതാം. സോ ദ ലിമിറ്റ്സ് ആർ, എക്സ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? എക്സ് ചേഞ്ച് ചെയ്യുന്നത് ഫ്രം x = 0 to x = ഞാൻ ഇവിടെ 2 എന്ന് എഴുതാം. x = 0 to x = വാല്യൂ എന്താണ്? 3 - 3/4y. അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 3 - 3/4y. ഓക്കെ, ദെൻ വൈയുടെ വാല്യൂ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? വൈയുടെ വാല്യൂ ഈ സ്ട്രിപ്പ് മൂവ് ചെയ്യുന്നതനുസരിച്ച് നോക്കിയാൽ മതി. വൈയുടെ വാല്യൂ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? 0 നിന്ന് 4ലേക്കാണ്. 0 നിന്ന് 4ലേക്കാണ് അതിൻ്റെ മൂവ്മെൻറ്റ് പോകുന്നത്. സോ y = 0 to y = 4. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം രണ്ടാമത്തെ കേസിൽ എന്തായിരുന്നു ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ. ഓക്കെ, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ f(x, y) dA = ഡബിൾ ഇൻ്റഗ്രൽ f(x, y) എന്ന് പറഞ്ഞേക്കുന്നത്. ഇവിടുത്തെ രണ്ട് ലിമിറ്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ dx dy എന്നല്ല എഴുതി, dy dx എന്ന് എഴുതി. അപ്പോൾ ഇതെന്തായിരിക്കും? ടൈപ്പ് 2 റീജിയൻ ആണ്. അപ്പോൾ നമുക്ക് dx dy ഫോമിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ആദ്യം എന്താ ഇൻ്റഗ്രൽ എഴുതണം? ഏതിൻ്റെ ലിമിറ്റ് എഴുതണം? dx dy എന്ന് എഴുതാൻ പോകുന്നത്. അപ്പം f(y) dx dy. ഓക്കെ, dx dy എന്ന് എഴുതാൻ പോകുന്നത്. dx വരുമ്പോഴത്തേക്ക് ഇവിടെ ലിമിറ്റ് എക്സിൻ്റെ ലിമിറ്റാണ് എഴുതേണ്ടത്. എക്സിൻ്റെ വാല്യൂ, എക്സിൻ്റെ ലിമിറ്റ് വാല്യൂ എവിടം തൊട്ട് എവിടം വരെ പോകുന്നു എന്നാണ് എഴുതേണ്ടത്. എക്സിൻ്റെ വാല്യൂ എവിടം തൊട്ട് എവിടം വരെയാണ് പോകുന്നത്? എക്സിൻ്റെ വാല്യൂ 0 നിന്ന് എക്സിൻ്റെ വാല്യൂ 3 - 3/4y പോകുന്നത്. സോ എക്സ് ലിമിറ്റ് ഇവിടെ എഴുതാം, വൈ ലിമിറ്റ് ഇവിടെ എഴുതാം. അപ്പോൾ വൈയുടെ വാല്യൂ ആദ്യം ഞാൻ എഴുതാം. y = 0 to 4. കോൺസ്റ്റൻറ്റ് ലിമിറ്റ് വേണം ഔട്ട് സൈഡിൽ എഴുതാൻ എപ്പോഴും. വേരിയബിൾ ലിമിറ്റ് അകത്തെ ഇൻ്റഗ്രലിൽ മാത്രമേ വേരിയബിൾ ലിമിറ്റ് എഴുതാൻ പാടുള്ളൂ. ഔട്ട് സൈഡിൽ എഴുതേണ്ടത് കോൺസ്റ്റൻറ്റ് ലിമിറ്റാണ് എപ്പോഴും. ഓക്കെ, അപ്പം ഇതിനകത്ത് വരേണ്ടതെന്നാണ് x = 0 to 3 - 3/4y. ഓക്കെ, 3 - 3/4y f(x, y) dx dy എന്നായിരിക്കും രണ്ടാമത്തെ ബി പാർട്ടിൻ്റെ ആൻസർ. ഇത് ടൈപ്പ് 2 റീജിയൻ ആണ്. അല്ലെ ഹൊറിസോണ്ടൽ സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് വൈയുടെ വാല്യൂ 0 to y = 4 ആണ്. എക്സിൻ്റെ ലിമിറ്റ് 0 to 3 - 3/4y ആണ്. അപ്പം ലിമിറ്റ് വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഇതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ f(x, y)ക്ക് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക ആദ്യം. എന്നിട്ട് ഇതിൻ്റെ എക്സിൻ്റെ ലിമിറ്റ് കൊടുക്കുക. ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ ലിമിറ്റ് കൊടുക്കുക. ലാസ്റ്റ് വാല്യൂ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് റീജിയൻ കൺസിഡർ ചെയ്ത്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് അല്ലെങ്കിൽ വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തിട്ട് ലിമിറ്റ് കണ്ടുപിടിച്ചിട്ട് ഫംഗ്ഷൻ അതിൻ്റെ വാല്യൂ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒന്നുകിൽ ഏരിയ ആയിരിക്കാം, അതല്ലെങ്കിൽ വോളിയം ആയിരിക്കാം കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ അങ്ങനത്തെ പ്രോബ്ലംസ് എക്സാമിന് വരും. ബാക്കി പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.